ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ഇന്ന് ഏത്തപ്പഴം പുഴുങ്ങിയതും കട്ടൻ ചായ കേട്ടോ. അപ്പോൾ നമുക്കത് വേഗം കഴിക്കണം. കഴിച്ചിട്ട് കുറച്ച് മഞ്ഞൊക്കെ ആയി വരുന്നുണ്ട്. ഇന്ന് കുറച്ച് മഞ്ഞൊക്കെ കുറവുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഏറ്റ് വരുമ്പോൾ നല്ല മഞ്ഞാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇച്ചിരി കുറവൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിച്ചിട്ട് നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് താഴെ കുറച്ച് കൊക്കോത്തൈയും പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, തൈക്കൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ പുതുമഴയ്ക്ക് നട്ടതാകെ നമുക്ക് വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്ന് കാലയൊക്കെ ഒന്ന് ചെത്താൻ പോകണം. അതിന് കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കഴിച്ചിട്ട് കാണാം കേട്ടോ. അത് കുഞ്ഞ് എണീറ്റ് വന്നതേ ഉള്ളൂ. ഇനി കുഞ്ഞിന് കഴിക്കാൻ കൊടുക്കണം. ഇപ്പോൾ എണീറ്റ് വന്നാൽ ഒട്ടനെ അവൻ കഴിക്കില്ല കേട്ടോ. കുറച്ച് നേരം കഴിയാതെ കഴിക്കത്തില്ല. അപ്പം നമുക്ക് കഴിക്കാം, അവന് കൊടുക്കണം. കൊടുത്തിട്ട് നമുക്ക് കാലയൊക്കെ ചെത്താൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കട്ടെ. അത്യാവശ്യം ഇച്ചിരി കൂടെ വെന്താലും കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. ഇച്ചിരി കടുകടാതിരിക്കുന്നു. സാരമില്ല, പല്ലൊക്കെ നമുക്ക് കടിച്ച് കഴിക്കാനായിട്ട് നല്ല സുഖമായിട്ടോ. കഴിക്കട്ടെ. താഴെ ചെത്താനായിട്ട് പോവാട്ടോ. നമുക്ക് കുറച്ച് കൊടിയും കൊക്കോയും ഒക്കെ നട്ടിട്ടുണ്ട്. തൈക്കൊടിയും തൈക്കൊക്കോയും ഒക്കെ ആട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്ന് ചോടൊക്കെ ഒന്ന് ചെത്തിക്കൂട്ടി കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് ഇതാ വന്നതാണേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. നമ്മുടെ വീട് ഇതാണെങ്കിലും കുറച്ച് താഴെ ഇവിടെയായിട്ട് പറമ്പ് കിടക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നട്ടിട്ടുണ്ട്. ബാക്കി പറമ്പൊക്കെ നമുക്ക് താഴോട്ടൊക്കെ ആട്ടോ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ഒന്ന് ചെത്തിക്കൂട്ടിയിട്ട് പോകാം കേട്ടോ. അപ്പം നമ്മൾ പുതുമഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ നട്ട കുറച്ച് കൊക്കോ തൈയും കുറച്ച് കൊടിയൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം തന്നെ നന്നായിട്ട് മുളച്ച് പൊങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നന്നായിട്ട് ചെത്തിക്കൂട്ടുന്നത് നല്ലതാട്ടോ. ഈ വേനൽക്കാലത്ത് ഇങ്ങനെ ചെത്തിക്കൂട്ടുന്നത് അതിൻ്റെ ചുവട്ടിലേക്ക് കൂട്ടിയാൽ വളവും ആകും. പിന്നെ ഒരുപാട് ഉണക്ക് പറ്റാതിരിക്കും കേട്ടോ. ഇനി വരുന്ന വേനൽ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. എന്തായാലും ചെത്തിക്കൂട്ടിയേക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ ആദിക്കുട്ടനും ഒക്കെ ഉണ്ട്, പാറക്കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ ചെത്തിക്കൂട്ടിയതിൻ്റെ ചുവട്ടിക്കൂടിയൊക്കെ കൂട്ടി കൊടുക്കുന്നുണ്ട്. നല്ലൊരു വളവും പിന്നെ ഉണക്കൊരുപാട് പറ്റാതെ ഇരിക്കും കേട്ടോ. ചീര ഞുള്ളി എടുക്കാൻ വന്ന കേട്ടോ കറി വെക്കാനായിട്ട്. ഒരുപാടൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം ഉള്ളതങ്ങ് കൂമ്പൊക്കെ കൂടെ ഒന്ന് കൊണ്ടുപോയി തോരൻ വെക്കാമെന്ന് വിചാരിച്ചേ. കുറച്ചേ ഉള്ളൂ. നമുക്കത് നല്ല ഗുണമുള്ള സാധനം കേട്ടോ. ഈ ചീരയൊക്കെ നല്ല ഗുണമാണ് ഉണ്ടോ. ഇതിൻ്റെ കായാട്ടോ ഈ ഉണ്ടാക്കി കിടക്കുന്നത്. ഇത് മൂത്ത് പോയതാട്ടോ. ഈ ഒരു തണ്ട് മൂത്ത് പോയതാട്ടോ കായൊക്കെ ഉണ്ടാക്കി കിടക്കുന്നത്. നമ്മുടെ ഈ വേലിക്കക്കൂടിയൊക്കെ ഉണ്ടാകുന്ന ഒരു ചീരയാട്ടോ. ഇത് ഉള്ളവരെന്നും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പക്ഷെ നല്ല ടേസ്റ്റാട്ടോ. എനിക്ക് മറ്റേ ചീരയേക്കാളും നല്ല ഇഷ്ടമുള്ളൊരു ചീരയാട്ടോ ഇത്. അടിപൊളിയാണ്. തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ പാറക്കുട്ടിക്കൊക്കെ കുഞ്ഞിലെ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നമുക്ക് താഴെ പറഞ്ഞു പോയാൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ താഴെ പോകാനായിട്ടുള്ളൊരു നേരമില്ല രാവിലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളതങ്ങ് കറി വെക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. ആദിക്കുട്ടനും വെച്ച് കൊടുത്താൽ കുറച്ചൊക്കെ കഴിച്ചോളൂ കേട്ടോ. ആദിക്കുട്ടൻ അങ്ങനെ അവൻ ഫുള്ള് നോൺ വെജാണ്. വെജിറ്റേറിയൻ കറികളോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ കൂട്ടിക്കോളുമായിരിക്കും. ഇപ്പം എന്തെങ്കിലുമൊക്കെ നോൺ വെജൊക്കെ ഇല്ലാതെ ഇച്ചിരി ചോറൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേഗം കൊണ്ട് തോരൻ വയ്ക്കാവേ. നമ്മുടെ തേങ്ങായും കാന്താരി മുളകും ചുമന്നുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. ചീരയ്ക്കുള്ളതാണേ. ചീര തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. കാന്താരിമുളകൊക്കെ നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാവേ. ഇതിപ്പം അരപ്പ് നമ്മൾ ആദ്യമേ അരയ്ക്കും കേട്ടോ. അരച്ചിട്ടാണ് നമ്മൾ ചീര അരിയുന്നത്. അങ്ങനെ അരിയുന്നതാണ് നല്ലത് കേട്ടോ. കാരണം ചീര ഒരുപാട് നേരം അരിഞ്ഞു വെച്ചാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാന്താരിമുളകും ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് ചീര അരിയാം. കാന്താരിമുളക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങായും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. ഒന്ന് ഒതുക്കിയെടുക്കുകയാണേ. ഒന്ന് ചെറുതായിട്ടൊന്ന് തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് അരിയെടുക്കാം. ഇങ്ങനെ ഒതുക്കിയൊക്കെ എടുക്കാനുള്ളപ്പോൾ നമുക്ക് നമ്മുടെ അരകല്ലിൽ തന്നെ ഇങ്ങനെ ഒതുക്കിയെടുക്കുന്ന കേട്ടോ നല്ലത്.
ചെറുതായിട്ട് ചീരയ്ക്ക് ഒരുപാട് വെള്ളം വേണ്ട, വെള്ളമൊന്നും ഒഴിച്ച് വെക്കണ്ട. പിന്നെ നമ്മൾ കല്ലൊന്ന് കഴുകുന്ന മാത്രം ശകലം ഒന്നൊഴിക്കാം കേട്ടോ. അരിയാനായിട്ടൊക്കെ എടുത്തു കേട്ടോ. അപ്പം നമുക്ക് പതിയെ അരിഞ്ഞെടുക്കണേ, കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണേ. ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീര വേകും കേട്ടോ. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ നാടൻ ചീരയെക്കാളും ഇത് ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഉണ്ട്. ഇതേ നമ്മുടെ ആദിക്കുട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ആദിക്കുട്ടൻ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു. കാപ്പി കുടിച്ചോന്ന് പറ ആദിക്കുട്ട. ആദിക്കുട്ടൻ എന്നാ കഴിച്ചെന്ന് പറഞ്ഞേ ആദിക്കുട്ട. ഇപ്പം എന്തോ ചീമൂടായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വേഗം തോന്നിക്കാവേ. നമ്മുടെ നാടൻ ചീരയേക്കാളും ഒരുപാട് ഗുണങ്ങളുള്ള കേട്ടോ. ഒരുപാട് ടേസ്റ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടയും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടോ. അപ്പോൾ മുട്ടയിടാൻ നോക്കി ഇവിടെ ഇരിപ്പില്ല. ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞു മുട്ടയും കൂടെയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് തോരൻ വയ്ക്കുവാണെങ്കിൽ നല്ല സൂപ്പറാട്ടോ. എന്തായാലും നമുക്കിത് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് തോരൻ വെച്ചിട്ട് ചോറില്ല വയ്ക്കാനായിട്ട് പോവാം കേട്ടോ. പാത്രമൊക്കെ അടുപ്പേ വെച്ച് അത് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുകൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുക കേട്ടോ. ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യം നമ്മുടെ പറയുന്ന കറി വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും എന്താ ആദ്യക്കുട്ടന് വരുവേ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ പിടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും എന്തെങ്കിലുമൊക്കെ ഒച്ചയിട്ടുകൊണ്ട് ആദ്യക്കുട്ടൻ വരാറുണ്ടേ. അപ്പം നമുക്ക് അത്യാവശ്യം നമുക്ക് പറമ്പിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. കറി വെക്കാനായിട്ട് കപ്പളങ്ങ, ചീര, ചേമ്പ്, ചേന, കാച്ചിൽ, കുമ്പളങ്ങ, മത്തങ്ങ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. വിഷാംശമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കഴിക്കാനും കഴിയുന്നുണ്ട്. അപ്പം നമുക്ക് എണ്ണയൊക്കെ ചൂടായി നമ്മൾ കറിയൊക്കെ ഇട്ട് കൊടുക്കാവേ. പൊട്ടിക്കഴിയുമ്പം ഉണ്ടോ ഇപ്പം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പാട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീര ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. ശകലം പോലും വെള്ളം നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശകലം ഉപ്പും മതി. നമുക്ക് ചീര കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പായാലും തേങ്ങയായാലും നമുക്ക് ശകലം മതി കേട്ടോ. അതുകൊണ്ട് കുറച്ച് എല്ലാം എടുത്തിട്ടുള്ളൂ. ഒന്ന് ചെറിയതായിട്ടൊരു ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ചീര ഇട്ട് കൊടുക്കാവേ. നമുക്ക് ചീര ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ. ചീരത്തോരൻ ആദ്യക്കൂടി ഇഷ്ടമാണോ? കൂട്ടുവോ? പച്ചക്കറി ഒന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ. സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു ക്യാരറ്റൊക്കെ കൂട്ടിയാൽ ആദ്യക്കുട്ടിന് ഒരുപാട് വെളുത്തെന്ന് പറഞ്ഞു കേട്ടോ. മുഖമൊക്കെ ഒരുപാട് വെളുത്തെന്ന് പറഞ്ഞു ടീച്ചർ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കുറച്ച് ക്യാരറ്റൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ചീരയൊക്കെ കൂട്ടണം അല്ലേ ആദ്യക്കുട്ടാ? ചീര കൂട്ടിയാൽ പച്ച കളറി വരും അല്ലേ? മുഖമൊക്കെ നല്ല പച്ച കളറി വരില്ലേ? അതുകൊണ്ട് കുറച്ച് ചീരയൊക്കെ കൂട്ടണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചീരയൊക്കെ വേവും കേട്ടോ. അപ്പോൾ ഒരുപാട് വേവൊന്നുമില്ല നമ്മുടെ ചീരയൊക്കെ. ഇളക്കി ഒന്ന് തോർത്തെടുത്താൽ നമ്മുടെ ചീരയൊക്കെ ആയിക്കോളുവേ. ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറുണ്ടാ. അത് കുറച്ച് മണ്ണ് നിറയ്ക്കാൻ വേണ്ടി വന്നതാണേ. നമ്മൾ മുളക് ചീരയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ടില്ലായിരുന്നു. അത് കണ്ടപ്പോൾ നമ്മുടെ ഉടുമ്പിച്ചല വീട്ടിലെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം കവറിനകത്തൊരു മുളക് ചീനിയൊക്കെ നട്ടുകൊണ്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നാളെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം നിറച്ചുകൊണ്ട് പോയേക്കാന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മണ്ണ് നിറയ്ക്കാൻ പോവുകയാണേ. ഒരുപാട് നമ്മുടെ ആദ്യക്കുട്ടനും അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇത് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കവറ്. ഇനി മേളിൽ വീട്ടിൽ ചെന്നിട്ട് 2 മുളകും ചീനി ഇതിനകത്ത് നട്ടെടുത്ത് വെക്കണം കേട്ടോ. നാളെ അപ്പോൾ നമ്മളിതാ ഇതിൽ നിന്ന് 2 മുളകും തൈ പറിച്ചെടുക്കാം കേട്ടോ. പറിച്ചെടുത്തിട്ട് നമുക്ക് വീട്ടിൽ അമ്മയ്ക്ക് അതിനകത്തൊന്ന് നട്ട് കൊടുക്കാം. അപ്പോൾ 2 എണ്ണം നമുക്ക് ഒരുമിച്ച് നട്ടുകൊണ്ട് പോകാവേ. ഇതൊന്ന് നട്ട് വെക്കാം കേട്ടോ. നട്ട് വെച്ച് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാവേ.
വെള്ളം നമുക്കൊന്ന് തളിച്ചു കൊടുക്കാം. മുളഞ്ചീനിയൊക്കെ നട്ട വെള്ളമൊക്കെ തളിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് തന്നെ വയ്ക്കാം, നാളെ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാം കേട്ടോ. കുറച്ച് ചാരമുണ്ടേ, ഇത് കപ്പയുടെ ചുവട്ടിലൊന്ന് കൊണ്ടിടാമെന്ന് വിചാരിച്ചു. നല്ല ഒരു സൂപ്പർ വളമാട്ടോ നമ്മുടെ ഈ ചാരം. അടുപ്പ് കത്തിക്കുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ചാരമൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ ഇത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കത് കപ്പയുടെയൊക്കെ ചുവട്ടിൽ കൂടെ കൊണ്ടുപോയി ഒന്ന് വെതറി ഒന്ന് കൊടുത്തിട്ട് വരാവേ. നമ്മൾ ഈ അടുപ്പിലുണ്ടാകുന്ന ചാരം മുഴുവൻ ഇങ്ങനെ കൊണ്ടിടാറാട്ടോ പതിവ്. എന്തിൻ്റെ ഇലയൊക്കെ ചോട്ടി കൊണ്ടിടുക, വെറുതെ കളയാറില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സൂപ്പർ വളമാട്ടോ. എന്തിൻ്റെ ചുവട്ടിലിട്ടാലും നല്ല വളമാണ്. തൈ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ചുവട്ടിലാട്ടോ നമ്മളിടുക. കപ്പ മുളച്ച് പൊങ്ങുന്നതിൻ്റെ ചുവട്ടിൽ, കൊക്കോ തൈ മുളച്ച് പൊങ്ങുന്നതിൻ്റെ, ഇല്ലെങ്കിൽ ചേമ്പോ ചേനയോ അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ചുവട്ടിൽ കൂടെയൊക്കെ ആട്ടോ ഇടുക. പിന്നെ കുറച്ച് പയറിൻ്റെയൊക്കെ മേളിൽ കൂടെയൊക്കെ പുഴുവൊക്കെ തിന്ന് ഇലയൊക്കെ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ചുവട്ടിൽ കൂടെയൊക്കെ ചാരം വിതറി വിടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഏകദേശം ഇത്രയൊക്കെ ആയിട്ട് വലുപ്പമായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട്. എങ്ങനെയാവും എന്നറിയില്ല കേട്ടോ. ഇനി വരുന്നത് വേനലാണ്. അതുമാത്രമല്ല പന്നിയായിട്ട് എലിയൊക്കെ ആയിട്ട് നമുക്ക് തരുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് മുളച്ച് പൊങ്ങുന്നതിൻ്റെയൊക്കെ ചുവട്ടിൽ ഇങ്ങനെ ഈ ഇത് കൊണ്ടിടാറുണ്ട്. ചാണികളൊക്കെ കഴിഞ്ഞ് വന്ന് ചോറൊക്കെ ഉണ്ട് കേട്ടോ. ചോറുണ്ട് കഴിഞ്ഞ് ക്ഷീണം തോന്നി കുറേ നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. എന്തായാലും ഉറങ്ങിയൊക്കെ എണീറ്റ് വന്നപ്പോൾ നല്ലൊരു കട്ടൻ ചായ ഇട്ടു. കട്ടൻ ചായക്ക് കഴിക്കാനായിട്ട് ഇതാ കുഴലപ്പം ഉണ്ടേ, കുഴലപ്പം കഴിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റില്ല, അടിപൊളിയാണ്. കഴിക്കട്ടെ. നല്ല മയമൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പെരിഞ്ചീരകം കടിക്കുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.